കെ ഗണേഷ് നോക്കൂ, വടകര ലോക്സഭാ മണ്ഡലത്തിൽ അവിടെ ബി ജെ പി ഒരു ഡിസ്റ്റന്റ് തേർഡായിട്ടാണ് മത്സരിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വ്യത്യസ്ത വീക്ഷണം താങ്കൾക്കുണ്ടാവുമായിരിക്കും. പക്ഷേ അവിടെ പ്രധാനമായും യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് ഈ വർഗീയ കൊടും വിഷം ആരോപണം പരസ്പരം ഉന്നയിക്കുന്നത്. ഗണേഷിൻ്റെ അനുഭവം എന്താണ്? താങ്കൾ തൊട്ടടുത്ത ലോക്സഭാ മണ്ഡലത്തിൽ തന്നെ ഉണ്ടല്ലോ. ഈ വടകരയിൽ ഇത്തവണ ഉണ്ടായ അതേ വർഗീയ പ്രചരണം തന്നെയായിരുന്നു കഴിഞ്ഞ തവണ പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്തും ഉണ്ടായിരുന്നത്. ഇതേ ഷാഫി തന്നെയായിരുന്നു അന്നും ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. അന്ന് ഇടതുപക്ഷ നേതാക്കന്മാർ ഇതേ ഷാഫിയുടെ വർഗീയ പ്രചരണം കണ്ട് കമോൺട്ര ഷാഫിയാണ് മതേതരത്വത്തിൻ്റെ വക്താവ്, ഷാഫി നടത്തുന്നത് മതേതരത്വത്തിൻ്റെ പ്രവർത്തനമാണ് എന്ന്, നല്ല മതേതരത്വത്തിന് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റിട്ട ആളുകളാണ് ഇന്നത്തെ ഇടതുപക്ഷ ആളുകൾ. ഇന്ന് ഷാഫിയെ വിമർശിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാർ. ഇതേ ഷാഫി പാലക്കാട് നിന്ന് വടകരയിലേക്ക് എത്തുമ്പോൾ ഷാഫിയുടെ പ്രവർത്തനം ഇവർക്ക് എങ്ങനെയാണ് വർഗീയതയായിട്ട് തോന്നുന്നത്? ഇവർക്ക് എങ്ങനെയാണ് എന്തിൻ്റെ അടിസ്ഥാനം? അപ്പോൾ ഇവർക്ക് എന്തോ കുഴപ്പമുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, വടകര പോലുള്ള ഒരു സ്ഥലത്ത്, ഇത്രയേറെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു സ്ഥലത്ത്, വലിയ തരത്തിലുള്ള കലാപങ്ങളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്ത്, മുസ്ലിം ഹിന്ദു കലാപങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്താണ് ഇത്തരത്തിലുള്ളൊരു സംഘടന. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത് ബി ജെ പിയെ എതിർക്കാൻ എന്ന പേര് പറഞ്ഞിട്ടല്ല. പലപ്പോഴും ഇവരെന്താ പറയുക, ബി ജെ പിക്ക് എതിരായിട്ടാണ് ഇവർ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഉണ്ടായിരുന്നത്. ഇവിടുത്തെ ചില മത നേതാക്കന്മാരെ, മുസ്ലിം മത നേതാക്കന്മാരുടെയൊക്കെ അവരുടെയൊക്കെ പേരിലാണ് ഇവർ പലപ്പോഴും വർഗീയ പ്രചരണത്തിന്റെ ഇത് ഉയർത്തിവിട്ടത്. എത്രമാത്രം നീചമായിട്ടുള്ള സമീപനമാണ് രണ്ടുപേരും, യു ഡി എഫും അതേപോലെ തന്നെ സി പി എമ്മുകാരും വളരെ തരത്തിൽ ഹിന്ദു മുസ്ലിം വിഘടനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് വടകരയിൽ, കേരളത്തിൽ വ്യാപകമായിട്ടും ഇത്തരത്തിലുള്ള ആളുകൾ നടത്തിയത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു വടകരയിൽ കണ്ടത്. കാരണം പലപ്പോഴും എന്താ പറയുക, ബി ജെ പിയെ എതിർക്കുക, ബി ജെ പി ആയിരുന്നില്ല അവിടെ പ്രത്യേകിച്ച് ഹിന്ദു മുസ്ലിം ആളുകളെ വിഘടിപ്പിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾക്കാണ് പ്രത്യേകിച്ച് സി പി എമ്മും ഷാഫി പറമ്പിലും നേതൃത്വം കൊടുത്തത്. ശരി, ദയവായി തുടരുക ഗണേശ്.